നമ്മെ പലപ്പോഴും വലിയ പ്രതിസന്ധിയിലാക്കുന്ന സംഗതിയാണ് ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ഈടാക്കുന്നത്. ബാങ്കുകൾ മിനിമം ബാലൻസ് ആയി നിശ്ചയിച്ചിട്ടുള്ള തുക അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ പിഴയായി ബാങ്കുകൾ തന്നെ ഒരു തുക നിശ്ചയിക്കും. എപ്പോഴെങ്കിലും അക്കൗണ്ടിലേക്ക് പണം എത്തുമ്പോൾ ബാങ്കുകൾ ആദ്യം ചെയ്യുന്നത് പിഴയായി നിശ്ചയിച്ച പണം ഈടാക്കുക എന്നതാകും. പലരും അത്യാവശ്യത്തിന് കടം വാങ്ങുന്ന പണത്തിൽ നിന്ന് പോലും ബാങ്കുകൾ ഇത്തരത്തിൽ മിനിമം ബാലൻസ് പിഴ ഈടാക്കും. ഇതോടെ ബാക്കി തുക പിൻവലിക്കാൻ പറ്റാതെ ആവശ്യങ്ങൾ നടക്കാതെ വരികയും ചെയ്യും. ഇത്തരത്തിൽ അനവധിയായ പ്രശ്നങ്ങൾ ബാങ്കുകളുടെ മിനിമം ബാലൻസ് പിഴ ഈടാക്കലിലൂടെ അക്കൗണ്ട് ഹോൾഡേഴ്സിനെ നേരിടേണ്ടി വരുന്നത്. ഇപ്പോഴിതാ രാജ്യത്തെ പ്രമുഖ 4 പൊതുമേഖലാ ബാങ്കുകൾ മിനിമം ബാലൻസ് പിഴ ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏതൊക്കെയാണ് ആ ബാങ്കുകൾ എന്ന് നോക്കാം. കേന്ദ്ര ധനകാര്യ മന്ത്രാലയവുമായി പൊതുമേഖലാ ബാങ്കുകൾ നടത്തിയ ചർച്ചയിലാണ് ഉപയോക്താക്കൾക്ക് ആശ്വാസകരമാകുന്ന തീരുമാനം 4 ബാങ്കുകൾ കൈക്കൊണ്ടത്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പാർലമെന്റിന് മുൻപിൽ വെച്ച കണക്ക് പ്രകാരം 2024 ജൂൺ വരെ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ 8,495 കോടി രൂപയാണ് ബാങ്കുകൾ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കിയത്. ഇതെല്ലാം വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയതോടെയാണ് 4 പൊതുമേഖലാ ബാങ്കുകൾ പിഴ ഒഴിവാക്കാൻ തീരുമാനിച്ചത്. മിനിമം ബാലൻസ് ആയി നിശ്ചയിച്ചിരിക്കുന്ന തുകയിൽ നിന്ന് എത്ര ശതമാനം കുറവാണോ അക്കൗണ്ടിലുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പഞ്ചാബ് നാഷണൽ ബാങ്ക് പിഴ ഈടാക്കിയിരുന്നത്. എന്നാൽ ജൂലൈ മുതൽ സേവിങ്സ് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ഈടാക്കില്ലെന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വനിതകൾ, കർഷകർ, വരുമാനം കുറഞ്ഞ കുടുംബങ്ങൾ എന്നിവരെ മുൻപിൽ കണ്ടാണ് ഈ നീക്കം എന്നാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് വ്യക്തമാക്കുന്നത്. മിനിമം ബാലൻസ് നിലനിർത്തേണ്ടതിന് സമ്മർദ്ദം ഒഴിവാക്കി എല്ലാ വിഭാഗം ആളുകളെയും ആകർഷിക്കാനാണ് ഈ നീക്കം. കാനറ ബാങ്കാണ് മിനിമം ബാലൻസ് പിഴ ഒഴിവാക്കിയ മറ്റൊരു ബാങ്ക്. ഈ വർഷം മെയിലാണ് കാനറ ബാങ്കിൽ നിന്ന് അക്കൗണ്ട് ഉടമകൾക്ക് ആശ്വാസകരമാകുന്ന ഈ വാർത്ത എത്തിയത്. സാലറി അക്കൗണ്ട്, NRI അക്കൗണ്ട്, റെഗുലർ അക്കൗണ്ട് എന്നിങ്ങനെ എല്ലാ സേവിങ്സ് അക്കൗണ്ട് ഉടമകൾക്കും മിനിമം ബാലൻസ് നിലനിർത്തണം എന്ന സമ്മർദ്ദം ഇനി വേണ്ട. ഇതിലൂടെ കൂടുതൽ ആളുകൾ അക്കൗണ്ട് ആരംഭിക്കാൻ തയ്യാറായേക്കും എന്നാണ് ബാങ്കുകൾ കണക്ക് കൂട്ടുന്നത്. ബാങ്ക് ഓഫ് ബറോഡയും മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ ഇനി മുതൽ പിഴ ഈടാക്കില്ല. സേവിങ്സ് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പിഴ ഈടാക്കില്ലെന്ന് ജൂലൈ 6-നാണ് ബാങ്ക് ഓഫ് ബറോഡ പ്രഖ്യാപിച്ചത്. ജൂലൈ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നതായും ബാങ്ക് ഓഫ് ബറോഡ അറിയിച്ചു. എല്ലാ റെഗുലർ സേവിങ്സ് അക്കൗണ്ട് ഉടമകൾക്കും മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പിഴ ഈടാക്കേണ്ടി വരില്ല. എന്നാൽ ബാങ്ക് ഓഫ് ബറോഡയിലെ പ്രീമിയം സേവിങ്സ് അക്കൗണ്ട് ഉടമകൾക്ക് ഈ ഇളവ് ലഭിക്കില്ല. ഇന്ത്യൻ ബാങ്കും ഇനി മുതൽ സേവിങ്സ് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് നിലനിർത്തിയില്ല എങ്കിൽ പിഴ ഈടാക്കില്ല. ജൂലൈ 7 മുതലാണ് ഇത്തരത്തിൽ പിഴ ഈടാക്കില്ല എന്ന് ഇന്ത്യൻ ബാങ്ക് പ്രഖ്യാപിക്കുന്നത്. എല്ലാ വിഭാഗം സേവിങ്സ് അക്കൗണ്ടുകൾക്കും ഇത് ബാധകമാണെന്നും ഇന്ത്യൻ ബാങ്ക് വ്യക്തമാക്കി. പിഴ ഈടാക്കണം എന്ന ഭയമില്ലാതെ അക്കൗണ്ട് നിലനിർത്താൻ ഉപയോക്താവിനെ പ്രേരിപ്പിക്കുന്നതാണ് ഈ നീക്കം. പ്രത്യേകിച്ച് വരുമാനം കുറഞ്ഞ അക്കൗണ്ട് ഉടമകൾക്കാണ് ഇത് ഗുണകരം. SBI നേരത്തെ തന്നെ ഇത്തരം ഒരു തീരുമാനം കൈക്കൊണ്ടിരുന്നു. 2020-ലാണ് SBI മിനിമം ബാലൻസ് പിഴ ഒഴിവാക്കാൻ തീരുമാനിച്ചത്. അതിനൊരു കാരണവുമുണ്ട്. മിനിമം ബാലൻസ് നിലനിർത്താത്തതിന്റെ പേരിൽ SBI ഉപഭോക്താക്കളിൽ നിന്ന് പിടിച്ച തുക ബാങ്കിന്റെ നെറ്റ് പ്രോഫിറ്റ് മറികടന്നു എന്നാണ് വിവരാവകാശ രേഖയിലൂടെ പുറത്തുവരുന്നത്. ഇതോടെയാണ് SBIയിലെ എല്ലാ തരത്തിലുള്ള സേവിങ്സ് അക്കൗണ്ട് ഉപഭോക്താക്കൾക്കും മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പിഴ അടയ്ക്കേണ്ടെന്ന് ബാങ്ക് തീരുമാനിച്ചത്. വർഷങ്ങൾക്കിപ്പുറം മറ്റു പൊതുമേഖലാ ബാങ്കുകളും SBIയുടെ വഴി സ്വീകരിക്കുന്നു. സ്വകാര്യ ബാങ്കുകളിൽ പലതിനും ഇത്തരത്തിൽ പിഴ സംവിധാനമില്ല എന്നതാണ് സത്യം. ജൻധൻ, സാലറി അക്കൗണ്ട് എന്നിവയിൽ മിനിമം ബാലൻസ് നിലനിർത്തിയില്ല എങ്കിൽ പിഴ ഈടാക്കില്ല എന്നതാണ് സ്വകാര്യ ബാങ്കുകളുടെ നയം. ഇതുകൂടാതെ പല സ്വകാര്യ ബാങ്കുകളിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നിക്ഷേപങ്ങളുള്ള ഉപഭോക്താക്കളുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പിഴ ഈടാക്കില്ല. ഈ പിഴത്തുക മറ്റു വഴികളിലൂടെ പിടിക്കുമോ എന്ന ആശങ്കയും അക്കൗണ്ട് ഹോൾഡേഴ്സിനുണ്ട്. അക്കൗണ്ട് നിലനിർത്തുന്നതിനുള്ള തുക, ഡെബിറ്റ് കാർഡ് ഫീ, സൗജന്യ ലിമിറ്റിന് ശേഷമുള്ള ഇടപാടുകൾ നടത്തുന്നതിനുള്ള ചാർജ് എന്നിവയിലൂടെ തിരികെ പിടിക്കാനാവും ബാങ്കുകളുടെ ശ്രമം. എങ്കിലും പ്രധാനപ്പെട്ട പൊതുമേഖലാ ബാങ്കുകളുടെ സേവിങ്സ് അക്കൗണ്ടിലെ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ഈടാക്കാതിരിക്കാനുള്ള നീക്കം വരുമാനം കുറഞ്ഞ ഗ്രാമീണ മേഖലകളിൽ താമസിക്കുന്ന ആളുകളെ ആകർഷിക്കും. വലിയൊരു വിഭാഗം ഉപയോക്താക്കൾക്ക് ഇത് ആശ്വാസകരവുമാകും.